എനിക്ക് ക്രിറ്റിസിസം ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബ്രദർ ആദ്യം ഞാൻ ഡബ് ചെയ്ത് നോക്കിയിട്ട് വർക്ക് ആയില്ല, എന്താണ് തോന്നിയിട്ടുള്ളത് ഞാൻ വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ഇങ്ങനെ അങ്ങനൊന്നുമില്ല, ഇങ്ങനെ ഡബിങ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇവരുടെ ഡബിങ് ഭയങ്കര രസമായിരുന്നു. ചിലപ്പം അതിൽ കോൺഷ്യസ് ആയിട്ടുണ്ടാവും ലാലേട്ടൻ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച്. സോ ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് 2024 വൺ ഓഫ് ദ ഫസ്റ്റ് റിലീസസ് ആയിട്ട് വരുന്ന റാസ്തയാണ്. സോ റാസ്തയുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഡയറക്ടർ ഉണ്ട്, സർജോന ഖാലിദ് ഉണ്ട്, സ്വാനൊക്കെയാണ്. സോ 3 of you വെൽക്കം ടു ദി ഷോ. അപ്പോൾ ഈ എപ്പോഴും ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങൾ ചെയ്യുക, പുതിയ ജോണറുകൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിലുണ്ട്. അപ്പോൾ അനീഷിനെ സംബന്ധിച്ചിടത്തോളം മുമ്പത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ റാസ്ത കാണുമ്പോൾ തന്നെ ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് ഫീലിലുള്ള സിനിമയാണ്. കാരണം ഇപ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും കുമ്പസാര ആണെങ്കിലും സക്രേഡ് ക്രിമിനൽ ആണെങ്കിലും ഒക്കെ വേറെ ജോണറിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ റാസ്ത ചെയ്യാനുണ്ടായ ആദ്യം ഒരു കാരണവും അല്ലെങ്കിൽ എന്തായിരുന്നു ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞൊരു ഫീൽ എന്തായിരുന്നു ഫസ്റ്റ്? അല്ല, രാസ്ത ഞാൻ അങ്ങനെ ചെയ്ത ഒരു ജോണറല്ല. സർവൈവൽ ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോണറിൽ ആരും പടം ചെയ്തില്ല. ഈ ഒരു ഇമോഷണൽ ത്രില്ലറായിരുന്നു കുമ്പസാര. പക്ഷേ ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഒരു പുതിയൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട്. പുതിയ ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി എന്തായാലും നമ്മൾ ഞാൻ എഴുതിയ പടമല്ല. അപ്പോൾ പുതിയ ആൾക്കാർ എഴുതിയൊരു സിനിമ എന്നിലേക്ക് വന്നത്, അവരൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് വന്നൊരു ഇതാണ് സിനിമയാണ് രാസ്ത. ഈ കഥ കേട്ടപ്പം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഈ പ്രോജക്റ്റിലേക്ക് ഞാൻ വന്നത്. പിന്നെ ഈവൻ നമ്മൾ ആ കേട്ട സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതേ ആവശ്യവും സിനിമ കഴിയുമ്പോഴും ഉണ്ട്. ആ ഒരു കോൺഫിഡൻസും ആ പ്രതീക്ഷയും. റിലാക്സ്ഡ് ഫീൽ ആണോ ഈ പ്രൊമോഷൻ വരുമ്പോഴത്തേക്കും? റിലാക്സ്ഡ് ആണ്. ഫിലിം മേക്കിംഗ് എന്നുള്ള പ്രോസസ്സിൽ ഓൾമോസ്റ്റ് റിലാക്സ്ഡ് ആണ്. ഇനി അത് തിയേറ്ററിലെത്തേണ്ട കുറച്ച് ബാക്കി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇപ്പം അതിൻ്റെ ഒരു പ്രീ ലോഞ്ച് നാളെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് സെയിം ഡേറ്റിന് തന്നെ ഓവർസീസിൽ റിലീസ് ചെയ്യുന്നുണ്ട്. പുറത്തുണ്ട് ഒരു 65ഓളം തിയേറ്റർ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ടെൻഷൻസും കാര്യങ്ങളും അതൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളും ടെൻഷൻസും മാത്രമേ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരോടാണ്, അതായത് ഒരു ഫിസിക്കലി ഒരു ആക്ടർ ഏറ്റവും കൂടുതൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടയർ ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണോ ചെയ്യുക? ഓക്കെ, അത് ഫിനിഷ് ചെയ്യുമ്പോഴത്തെ ഒരു എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണോ ഉണ്ടാവുക? നമ്മൾ ഇങ്ങനൊരു സിനിമ, ഇതൊരു സർവൈവൽ ത്രില്ലർ കൂടെയാണല്ലോ. ഇങ്ങനെ ഒരു സിനിമയിൽ ഡെഫിനറ്റ്ലി ഭയങ്കര ഫിസിക്കൽ എക്സോഷൻ ഉണ്ട് ഈ സിനിമയിൽ. അത് എടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ദാറ്റ് ഈസ് ദി ഹോൾ ഫൺ അബൌട്ട് ദ പ്രോസസ്. ആ ബുദ്ധിമുട്ടിനാണ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ കഥ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതിപ്പം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് വരും എന്നുള്ളത് 100% നമുക്കറിയാം. ബട്ട് ദാറ്റ് ഈസ് ദി ഹോൾ പോയിന്റ് ഓഫ് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇത് ചെയ്തപ്പം പടം. കാരണം അങ്ങനത്തെ ഒരു ടെറൈനിലാണ് ഷൂട്ട് ചെയ്തതൊക്കെ. അറ്റ് ദ സെയിം ടൈം അത് എൻജോയ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ അതങ്ങനെ അനുഭവിച്ചൊരു സന്തോഷമുള്ളൂ. ഷൂട്ടിംഗ് പ്രോസസ്സൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഇമോഷണൽ ത്രില്ലർ ആണെന്ന് പറയുമ്പോൾ കുമ്പസാര, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സക്രയുടെ ഗർഭിണികൾ തന്നെ എടുത്താലും അങ്ങനത്തെ ഒരു ജോണർ അല്ലെ അങ്ങനത്തെ ഒരു നറേഷനിലൊന്നും അങ്ങനത്തെ സിനിമകൾ വന്നിട്ടില്ലായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞത് അതിലെ 2-3 ഇൻസിഡൻ്റൊക്കെ വളരെ റിയൽ ലൈഫ് ആസ്പദമാക്കിയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. പക്ഷെ അതെല്ലാം കൂടെ ഒരു മിക്സ്ഡ് ബാഗ് ആയിരുന്നു. കാരണം എൻജോയ് ചെയ്യേണ്ട എല്ലാ ഫാക്ടറുകളും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സിനിമ ലൈനപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിനിമ ഏറ്റവും കൂടുതൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ട്? അല്ല, ഡയറക്ടർ എന്നുള്ള സൈഡിൽ എല്ലാ പടത്തിനും എനിക്ക് എഫേർട്ടുകൾ ഒരേപോലെയാണ്. പക്ഷെ അത് രണ്ടും ഞാൻ എഴുതിയത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ വരുന്നത്. അപ്പം ഈ രാസ്ത എന്ന് പറയുന്ന സിനിമ വേറെ ആളെ എഴുതിയതാണെങ്കിലും എനിക്ക് ആ എഴുതിയ 2 സിനിമകൾ പോലെ തന്നെ പ്രിയപ്പെട്ട ഒരു സിനിമയായിട്ടാണ് വന്നേക്കുന്നത്. അല്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു റൈറ്ററും ആക്ടറും കൂടെ അല്ല റൈറ്ററും ഡയറക്ടറും കൂടെ ഒരു കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര കോമ്പിനേഷൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടൻ വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ ജോഷി സാറൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, ഒരു റൈറ്റർ ഡയറക്ടർ കോമ്പിനേഷൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനത്തെ ഉള്ള ഒരു ഇതായിരിക്കണം ഒരു? അല്ല, ഞാൻ വേറൊരാളുടെ ഒരു എഴുത്തിൽ എനിക്കൊരു ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ 6ാമത്തെ സിനിമയാണ്. പക്ഷെ ബാക്കിയുള്ള സിനിമകളൊന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. മുല്ലമുട്ട് മുന്തിരിച്ചാറ്, ബഷീറിന്റെ പ്രേമനം, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞത് അത് പറയാണ്ട് നിങ്ങൾ പറയുന്നത് സക്രയും കുമ്പസാര. അപ്പം എനിക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു റൈറ്ററെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതെൻ്റെ ഒരു ഭാഗ്യക്കേടാണ്. ഞാനുമായിട്ട് കറക്റ്റ് കണക്റ്റ് ആവുന്ന ഒരാൾ വരുമ്പോഴാണ് അങ്ങനെ ആൾക്കാർ ഓർത്ത് വെക്കുന്ന ഒരു സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുക.
അത് എന്തുകൊണ്ടോ എനിക്ക് അങ്ങനത്തെ ഒരാളെ മീറ്റ് ചെയ്യാൻ പറ്റാത്ത, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ വരാത്തതും പുറത്തുനിന്നൊരു സ്ക്രിപ്റ്റ് വരാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ജോയ് സാറിൻ്റെ ഇതിലാണെങ്കിൽ ജോയ് സാർ രഞ്ജി പണിക്കർ എന്നുള്ള കോംബോ നല്ല രസമായിരുന്നു. ലേലം പത്രം പോലത്തെ പടങ്ങൾ സാറിൻ്റെ തന്നെ പഴയ റൈറ്റേഴ്സും അങ്ങനെയുള്ള ഒരു കോംബോയിലാണ് പോയത്. അപ്പം അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇല്ല. ഇപ്പോൾ സർജാനെ സംബന്ധിച്ചിടത്തോളം എന്നിവർ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. കാരണം ഈ ഒരു അടുത്തൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് കണ്ട് അങ്ങനെ. അപ്പോൾ ആക്ടർ എങ്ങനെയാണ് ആ റിഫൈൻമെന്റ് സംഭവിക്കുന്നത്? ഓരോ സിനിമ കഴിയുന്നോറും ഭയങ്കര റിഫൈൻഡ് ആവുക പറയില്ലേ ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ്. ഇപ്പം എനിക്കിപ്പോൾ വേറെ, ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് അല്ല, എനിക്ക് വേറെ എക്സ്പീരിയൻസസ് ഒന്നുമില്ല. സിനിമ എനിക്ക് എൻ്റെ കൂടുതൽ ഈ ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് മോസ്റ്റ് ഓഫ് ദി ടൈംസ്. അപ്പം ഓരോ സിനിമ കഴിയുമ്പോഴും അതിൽ നിന്നുള്ളൊരു ടേക്ക് അവേ ഉണ്ടാവുമല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ല അഭിനയിക്കണം, കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ കുറേ സീനിയേഴ്സായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രോസസ്സ് നമ്മൾ പഠിക്കും. സോ അങ്ങനെ ഐ തിങ്ക് ഫ്രം ടൈം ടു ടൈം അതിങ്ങനെ റിഫൈൻഡായി വരുമായിരിക്കും. ഇപ്പൊ ഈ ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ ഈ കേട്ടിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയിട്ട് എടുത്തിട്ടുള്ള ഒരു പോയിന്റ് എന്തായിരിക്കും? അങ്ങനെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, എനിക്ക് ക്രിറ്റിസിസം ഇഷ്ടമാണ്. എല്ലാവരുടെ അടുത്തും അല്ല, ബട്ട് നമ്മൾ അലൗ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നേരിട്ട് മുഖത്ത് നോക്കിയിട്ട് ക്രിറ്റിസിസം പറയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന അവരുടെ ക്രിറ്റിസിസം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ പലതിലും വർക്ക് ചെയ്യണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതെല്ലാം പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം പറയുകയാണെങ്കിൽ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, എനിക്ക് വോയിസ് എൻ്റെ ഡബിങ്ങിൽ എൻ്റെ അടുത്ത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബ്രദർ ആദ്യം ഞാൻ ഡബ് ചെയ്ത് നോക്കിയിട്ട് വർക്കായില്ല. ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു ദിവസം വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം നമ്മൾ ചെയ്ത് ഇഷ്ടമായില്ല എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ എന്താണ് തോന്നിയിട്ടുള്ളത്, ഞാൻ വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ഇങ്ങനെ അങ്ങനൊന്നുമില്ല, ഇങ്ങനെ ഡബിങ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനത്തെ ഒക്കെ. പിന്നെ ഇതൊക്കെയാണ് ഇങ്ങനത്തെ ക്രിറ്റിസിസം. അല്ലാതെ തന്നെ ഇപ്പോൾ പബ്ലിക് ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂവേഴ്സ് പറയുന്ന ക്രിറ്റിസിസം ഉണ്ടാവും. ശ്രദ്ധിച്ചോണ്ട് മറന്നുകൊണ്ടിരിക്കാൻ പറയാണ്. ശ്രദ്ധിച്ചോണ്ടെന്ന് ഞാൻ ഈ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇവരുടെ ഡബിങ് ഭയങ്കര രസമായിരുന്നു. ചിലപ്പം അതിൽ കോൺഷ്യസ് ആയിട്ടുണ്ടാവും ലാലേട്ടൻ പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് വോയിസിലും വോയിസ് മോഡുലേഷനും വോയിസിൻ്റെ ഒരു ബേസിലും ഈ ഒരു പ്രായത്തിലുള്ള ഒരാളുടെ ഇതല്ല ഭയങ്കര ഒരു ഇത് പടത്തിൽ നമുക്ക് കാണാനുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ പറയും സർജാൻ്റെ വോയിസ് നല്ല രസമുണ്ട്, ആ ബേസ് കറക്റ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാനത് ഡബിങ്ങിനെ പറ്റിയിട്ട് ലാലേട്ടൻ നല്ലതാണോ പറഞ്ഞതെന്ന് എല്ലാ ക്യൂരിയസ് ആയിട്ട് കേട്ടെ. അപ്പൊ അതിങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് സെയിം സാധനം ഇങ്ങനെ, എടാ നീ ബാക്കിയൊക്കെ കുഴപ്പമില്ല, നീ ഇതിൽ വർക്ക് ചെയ്യണം, കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം. അതൊക്കെ കേൾക്കുമ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്, ഇപ്പം ഈ ക്രിറ്റിസിസം ക്യാൻ ബി ഫ്രം എനിവെയർ. ഇപ്പം നമ്മളെ ചോയ്സിലുള്ളതല്ല പബ്ലിക് ഒപ്പീനിയൻ. ചില ആൾക്കാർ ചിലപ്പോൾ റിവ്യൂവേഴ്സ് പറയുമായിരിക്കും, നല്ലത് പറയും, മോശം പറയും. ചില പറയുന്നതിൽ പോയിന്റ് ഉണ്ടാവും. ചില ആൾക്കാർ നമ്മൾ വെറുതെ പറയും, അവരുടെ ഒരു ഇഷ്ടത്തിന് പറയുന്നുണ്ടാവും. പക്ഷെ ആരും വെറുതെ ഒരാളെ മോശം പറയില്ലല്ലോ, അവരും എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും. നമുക്കത് എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ചില നമ്മൾ എടുക്കും, നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് നോക്കും, എന്നിട്ട് ശരിയാണോ അല്ലയോ. ഞാൻ ബെസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, എനിക്ക് എവിടുന്ന് എന്ത് കിട്ടിയാലും പഠിക്കാനേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഒരു ലേണിംഗ് ലെസൺ ആയിട്ട് ഇങ്ങനെ റിഫൈൻ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ. അല്ലിപ്പോ ചില സിനിമകൾ നമ്മൾ പറയില്ലേ, ഫസ്റ്റ് ഇൻട്രോ സീൻ ആദ്യം ഷൂട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ക്ലൈമാക്സ് ആദ്യം ഷൂട്ട് ചെയ്യുമ്പോഴും രണ്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് പറയില്ലേ. നിങ്ങൾക്ക് എങ്ങനെ അങ്ങനത്തെ ഒരു ബ്രേക്ക് വരാറുണ്ടോ ഈ പറഞ്ഞ പോലെ ഓർഡറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ? ഓർഡറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പമാണ്. ആക്ടേഴ്സിന് കുറച്ചുകൂടെ ഈ ഇമോഷണൽ കണ്ടിന്യൂറ്റി പിടിക്കാനും കുറച്ചുകൂടെ കണക്ഷൻ എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് എപ്പോഴും പ്രാക്ടിക്കൽ അല്ല. അത് എപ്പോഴും ജൂൺ ഓപ്പോസിറ്റ് ആയിരുന്നു. ജൂൺ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജൂണിലൊക്കെ ഫസ്റ്റ് എൻ്റെ ഷോട്ട് എടുത്തത് അവസാനം മറ്റേ രജിഷേനെ കാണുന്ന ഒരു ഷോട്ടാണ്. അതിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ ഭയങ്കര നെർവസ് ആണെന്ന്. അതിൽ കാണുമ്പോൾ ഭയങ്കര മെച്ചോർഡായിട്ട് വന്നിരുത്തും. പക്ഷെ നമുക്കറിയാം ഞാൻ മറ്റേ ആദ്യമായിട്ടാണ് അപ്പം ഫേസ് ചെയ്യണ ക്യാമറ. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫിലിം ടു ഫിലിം.
ആക്ടേഴ്സിന്റെ പെർഫോമൻസ് മാത്രമല്ല, നമുക്കിപ്പോൾ സ്ക്രിപ്റ്റിൽ ചിലപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഓർഡറിൽ എടുക്കുന്നെങ്കിൽ ഇപ്പോൾ പെർഫോം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കിങ്ങനെ തോന്നുമല്ലോ സ്പോണ്ടേനിയസ് ആയിട്ട് ഈ സീനിൽ ഇങ്ങനെ പറയാം, നമുക്കൊരു പുതിയ സീൻ ആഡ് ഓൺ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കട്ടായി പോകും. നമ്മൾ എൻഡിലുള്ള ചിലപ്പോൾ അത് ബാധിക്കും നമ്മൾ എടുത്ത സീനിനെയൊക്കെ. എന്നാൽ അത് അറിഞ്ഞുകൊണ്ടും ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്, അത് പ്രശ്നമില്ല. അത് ചിലപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതിൽ വരാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആസ് എ ഫിലിം മേക്കർ ഒരു ഓർഡറിൽ ഷൂട്ട് ചെയ്ത് പോകാൻ വേണ്ടി തന്നെയാണ്. രാസ ഓർഡറിലാണ് ഷൂട്ട് ചെയ്തത്. ഓർഡർ മീൻസ് അങ്ങനെ ഒരു ആദ്യം ഫസ്റ്റ് ഡേ ഫസ്റ്റ് സീൻ സെക്കൻഡ് ഡേ അങ്ങനെയല്ല, അത് മെയിൻ ചേഞ്ച് ഓവറൊക്കെ വരുന്ന എല്ലാം ഒരു സെയിം ഫ്ലോയിൽ. ആദ്യത്തെ ഒരു 10-15 സീൻ നമ്മളൊരു ഹുക്ക് ആവാനുള്ള ഒരു സീൻ ഓർഡേഴ്സ് ഉണ്ട്, ഒരു ലൈറ്റ് ആയിട്ടുള്ള വേർഷൻസ്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൽ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലാണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ഈ കാസ്റ്റിങ്ങിലൊക്കെ എത്രമാത്രം പെക്യുലർ ആസ് എ മേക്കർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചേട്ടൻ്റെ ഫിലിമോഗ്രഫിയിലെല്ലാം ഒരു പ്രത്യേകതരമായിട്ടുള്ള കാസ്റ്റിങ്ങുകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എത്രമാത്രം ആ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രൊജക്റ്റ് കയ്യിലേക്ക് കിട്ടുമ്പോൾ കാസ്റ്റിംഗ് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഒരാൾ ചെയ്യണം? അത് സ്വാഭാവികമായിട്ട് മനസ്സിൽ വരുമല്ലോ, നമ്മൾ ആ കഥ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ. കാരണം സിനിമയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ കഥ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ചെയ്യുന്ന സമയത്ത് ഇപ്പം പുറത്തുള്ള ആളെ എഴുതി തന്നെ അവരുടെ മനസ്സിലുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് അവർ പറഞ്ഞിട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അയാളുടെ മുഖം വരും, മനസ്സിൽ വരും, അയാൾ പെർഫോം ചെയ്യുന്ന സാധനം വരും. അപ്പോഴാണ് നമുക്കത് വർക്കാവുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ഒരു സാധനം കിട്ടുക. അത് ആർട്ടിസ്റ്റിൻ്റെ പേരിൽ മാത്രമല്ല, ആ സിനിമയും കഥയും എല്ലാം നമുക്ക് ഒരാളുടെ മുഖം ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും അത് അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അത് എഴുതുന്ന സമയത്തും അങ്ങനെയാണ്. നമ്മളൊരു കഥ എഴുതുമ്പോൾ ഇന്ന ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഗുണം ചെയ്യും. അതല്ലാണ്ട് എഴുതുന്ന ആൾക്കാരും പറയുന്നതൊക്കെ, കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ആർട്ടിസ്റ്റിനെ മുന്നിൽ കണ്ടിട്ടല്ല എഴുതിയെന്ന് പറയുന്നത് നോക്കാം. പക്ഷേ എനിക്കെന്തോ ഞാൻ എഴുതുന്ന സമയത്ത് മിക്കവാറും ആർട്ടിസ്റ്റിൻ്റെ ഒരു മുഖം വരാറുണ്ട്. സക്രിയയുടെ ഒക്കെ എങ്ങനെയായിരുന്നു? സക്രിയയുടെ ഓൾമോസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഈ ഏജ് ഗ്രൂപ്പിലാണ് ഈ ക്യാരക്ടർ, ഈ ഏജ് ഗ്രൂപ്പിലാന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ന ആളായിരിക്കും എന്നുള്ളത്. അതിൽ ഓപ്ഷൻസും ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ടാണ് പോവുക. ഒരു വൺ മാൻ ഷോ പോലത്തെ പടങ്ങളാണെങ്കിലും പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഭയങ്കര പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന ആക്ടർ ചെയ്താലായിരിക്കും എന്നുള്ളൊരു സാധനം. കുംഭസാരത്തിലൊക്കെ വരുമ്പോൾ പിന്നെ ലേറ്റസ്റ്റ് കുംഭസാരത്തിൽ ഓൾമോസ്റ്റ് ഒരു കുറച്ച് ഇതായിട്ടുള്ള സ്റ്റാർഡം ഉള്ള ഒരു ആക്ടർ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത്. ജയസൂര്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഏകദേശം വന്നത്. ഇപ്പോൾ സർജൻ ഇപ്പോൾ ഡിമോണ്ട കോളനി 2 വരെയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ടാമത്തെ സിനിമയാണ് പുള്ളിയുടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പോൾ എന്താ ശരിക്കും ഭയങ്കര ട്രെയിലറൊക്കെ ഭയങ്കര അധികം എക്സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ഒരു സിനിമ റിലീസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. പടം ഡിമോണ്ടി 1 കണ്ടവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞാനും ഈക്വലി എക്സൈറ്റഡ് ആണ്. എനിക്ക് മൊത്തത്തിൽ എങ്ങനെയാണ് ചെയ്ത പോർഷൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അതിന്റെ സെറ്റും പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. ഞാൻ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്, അതുകൊണ്ട് മൊത്തം ഷൂട്ടിലും ഒന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. സോ അതിനെ പറ്റിയിട്ട് കൂടുതൽ എനിക്ക് പറയാൻ ഒരു ഇതില്ല. ബട്ട് ഹോപ്പിംഗ് ദാറ്റ് കഥയൊക്കെ രസമുണ്ട് മൊത്തത്തിലുള്ള പരിപാടികൾ. ഐ ഹോപ്പ് ദാറ്റ് കംസ് ഔട്ട് വെൽ. അല്ല ഈ പറഞ്ഞ ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ ക്രിഞ്ച് അല്ലെങ്കിൽ പറഞ്ഞ ബൂമർ, മറ്റേ 90s ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു, അങ്ങനത്തെ വാക്കുകളൊക്കെ എങ്ങനെ അതിനോടൊക്കെ യൂസ്ഡ് ആയിട്ടുണ്ട് ആസ് എ മേക്കർ നോക്കുമ്പോൾ? അല്ല, ആസ് എ മേക്കർ അതുമായിട്ട് യൂസ്ഡ് ആവേണ്ട കാര്യമില്ലല്ലോ. അത് ഒരു പുതിയ ജനറേഷൻ്റെ ഒരു സ്റ്റൈലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിലാണ് പ്രത്യേകിച്ചിട്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ. ഞാൻ ഇതായിട്ട് പറയുന്നില്ല, നമ്മൾ വെറുതെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ക്യൂരിയസ് ആയിട്ട് തോന്നിയ കാര്യം, ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ ഭയങ്കര അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. നല്ലതാവട്ടെ ചീത്തയാവട്ടെ, സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്ന അവരുടെ ഒരു കോൺവെർസേഷൻ അല്ല, അവരുടെ ഒരു ചാറ്റിൽ എനിക്ക് തോന്നിയത്, നിങ്ങൾ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു 10-100 കമൻസ് ഉണ്ട്. അവരായിരിക്കണമല്ലോ അങ്ങനത്തെ ഒരു സംഭവത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് അവരാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന സിനിമകൾ എനിക്ക് തോന്നിയത് പുലിമുരുകൻ, ലൂസിഫർ, ഇതൊക്കെയാണ് അവർ ആദ്യമായിട്ട് സിനിമ കാണുന്നതെന്ന് പറയുന്നവർ. അവരാണ് അടുത്ത സിനിമ ഇറങ്ങുമ്പം അതിനെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ. എന്ന് വെച്ചാൽ മോശമൊന്നുമല്ല, അവരാണ് ഇപ്പോൾ സിനിമേൻ്റെ ഓഡിയൻസ്, നമ്മൾ അവരുടെ ഇഷ്ടം കൺസിഡർ ചെയ്യണം. അപ്പം അത്തരം കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൂടുതൽ കാണാറില്ല കേട്ടോ. എനിക്കിപ്പം ഈ സിനിമ കാണണം എന്ന് തോന്നാനുള്ളൊരു വൈബ് കിട്ടാറുണ്ട്. പിന്നെ ചിലപ്പോൾ ആ ട്രെയിലർ കാണുമ്പോൾ മാത്രമല്ല, ഇപ്പം നമുക്ക് പരിചയമുള്ള 1-2 പേരുണ്ടാവുമല്ലോ, അവർ പറയും അത് ഭയങ്കര അഭിപ്രായമുണ്ടല്ലോ ആ പടം, അല്ലെങ്കിൽ ഭയങ്കര മോശം അഭിപ്രായമുണ്ടല്ലോ, നല്ല രസമുള്ള പടം, നീ കാണണം, എന്തായാലും കാണാനില്ല, അത്ര വലിയ ഇതില്ല, എന്നാലും കാണേണ്ട പടം. അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം കേൾക്കുമ്പോഴാണ് നമ്മൾ ആ സിനിമ കാണണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുന്നത്.
ഇപ്പോൾ ഈ ലാഗിനെ പറ്റി പറയുമ്പോൾ ചില മേക്കേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് പറയുന്നത്, അതായത് ആൾക്കാർക്ക് ഈ റീല് കാണുന്ന പോലെ അത്രയും ഫാസ്റ്റ് ആയിരിക്കണം സിനിമ എന്ന് പറഞ്ഞൊരു തോട്ട് പ്രോസസ്സ് എപ്പോഴും ഭയങ്കരമായിട്ട് അവർ ഹോണ്ട് ചെയ്യാറുണ്ട്. അതായത് എഴുതുമ്പോഴാണെങ്കിലും സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ അറ്റ്മോസ്ഫിയർ ഇത് ചെറിയൊരു ഇതടിക്കുമോ അല്ലെങ്കിൽ ചെറിയ ലാഗ് പോലെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആൾക്കാർ റീലൊക്കെ കാണുന്നുണ്ട് അത്രയും ഫാസ്റ്റ് ആയിരിക്കും. അതിങ്ങനത്തെ തോട്ട് വരാറുണ്ടോ? അല്ല, ചില സിനിമ ഡിമാൻഡ് ചെയ്യില്ലേ, ലാഗ് ഡിമാൻഡ് ചെയ്യും അവിടെ. ചില ഷോട്ടുകൾ നമ്മൾ ഇതിൻ്റെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിട്ടില്ല ഇതിൻ്റെ കാര്യങ്ങൾ. അത് നമ്മൾ കേട്ടറിയാം, നമ്മൾ കൂടെ ഉള്ളവർ പറയുന്നിട്ടൊക്കെ ഒരു മ്യൂസിക്കൽ സ്പേസ് ഇട്ടിട്ടൊക്കെ പോവും സാധനങ്ങൾ. അത് ലാഗായിരിക്കും. നമ്മൾ ഒരു റഫായിട്ടുള്ളൊരു കട്ട് ഫസ്റ്റ് എഡിറ്റിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നുള്ള ആൾ വരുമ്പം വെറുതെ ഇങ്ങനെ കുറേ നടന്നു പോകുന്നത്, അങ്ങനത്തെ കുറേ സാധനം ഉണ്ടാവും. പക്ഷേ പടം പുറത്തിറങ്ങുന്ന സമയത്ത് ആ ഏരിയ ആയിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നത്. കാരണം അവിടെ മ്യൂസിക്കും അതിൻ്റെ എഫക്ട്സും കാര്യങ്ങളും വരുമ്പോൾ അത് കണക്റ്റ് ആവും ആ കാര്യങ്ങൾ. ലാഗ് ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവാണ്. എല്ലാ ഓഡിയൻസിനും തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് സിനിമ എടുക്കാൻ പറ്റില്ല. അത് നമുക്ക് കൃത്യമായിട്ടറിയാം. ഇപ്പം ഭയങ്കര ഹിറ്റായിട്ട് എത്ര നല്ല പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയും ആൾക്കാരും പറയുന്ന പടത്തിന് പോലും എനിക്കത് വർക്കായില്ല എന്ന് പറയുന്ന കുറച്ച് പേരുണ്ടാവും. അവർ സിൻസിയറായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ, അത് അവർക്ക് വർക്കാവുന്നില്ല. അപ്പം അതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ അങ്ങനെ വരുന്ന ക്യാരക്ടേഴ്സ് ഇപ്പൊ എങ്ങനെ ചൂസ് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം ശരിക്കും? സത്യം പറഞ്ഞാൽ വരുന്നതെന്ന് സെലക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്നതൊക്കെ എല്ലാം ഡിഫറെൻറ്റ് ഇമോഷൻസ് ഡീൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ 2 മൂവീസ് ചെയ്തത് റിലീസായിട്ടില്ല. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട്സ് ആണെങ്കിലും ഇതുവരെ ചെയ്യാത്തതാണ്. പക്ഷെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന ആൾക്കാർ, ഇപ്പോൾ ഇൻഡസ്ട്രിയിലെ ഉള്ള ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് പറയുന്നത് ഈ കോമഡി ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് എല്ലാ പക്ഷെ അത് അങ്ങനെ കാണിക്കില്ല, കാണിക്കാൻ പറ്റില്ല. ചില ആൾക്കാരൊക്കെ മാത്രമേ മിമിക്കും. അപ്പൊ എന്താണ് നിങ്ങൾ രാസ്ത ചെയ്തിട്ട് എന്താണ് ടേക്ക് അവേ എന്നൊക്കെ ചോദിച്ചില്ല ഫസ്റ്റ്. അവള് എനിക്ക് തോന്നുന്നു മിക്കവാറും ആലോചിച്ചിട്ടുണ്ടായി മറ്റേ ആ സീഡില്ലേ, നമ്മളവിടുന്ന് എപ്പോഴും കഴിച്ചോണ്ടിരിക്കുന്ന സീഡുണ്ട് സൺഫ്ലവറിന്റെ. സത്യം അതുമായിരുന്നു. അവിടുന്ന് വന്നപ്പോൾ എനിക്ക് വാട്സാപ്പിൽ അതിന്റെ ഫോട്ടോസ് ഞാൻ കൊണ്ടുവന്ന സാധനമാണ് രാസ്ത എന്നുള്ള എന്റെ സമ്പാദ്യം ഉണ്ടായിരുന്നത്. എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ആൾക്കാർ പറയുന്നത് നീ ഒന്നും അത് ചെയ്ത് അത് കാണാനുള്ള ആഗ്രഹം ഉള്ളതാണ്. അപ്പൊ ഞാൻ പറയും വന്നാ ഞാൻ ചെയ്യാൻ റെഡിയാണ്. വെയിറ്റിംഗ് ആണ്. ശരിയാട്ടോ, ഒരു ഭയങ്കര ഹാപ്പി ഗോ ലക്കി ഹാപ്പി ആയിട്ടുള്ളതല്ല, കുറച്ചൊരു കിളിവായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്നാണ് എല്ലാരും എൻ്റെ അടുത്ത് പറയുന്നത്. ഇമോഷൻസ് ഇപ്പം തിങ്കളാഴ്ച നിശ്ചയവും വാശിയിലൊക്കെ നല്ല ഇമോഷൻസ് ആണ്. ഗംഭീരമായിട്ട് പെർഫോം ചെയ്താൽ ഒബ്വിയസ്ലി അങ്ങനത്തെ ഒരു ക്യാരക്ടർ പിന്നെ പുതിയ റൈറ്റർ ഉണ്ടാക്കുമ്പം അല്ലെങ്കിൽ ഡയറക്ടർ ഉണ്ടാക്കുമ്പം ഇവളുടെ മനസ്സിൽ വരും. അത് അങ്ങനെയാണ്. ഇനിയിപ്പം സമയമുണ്ടല്ലോ, ഇനി വരുന്ന സമയങ്ങളിൽ പതുക്കെ ചിലപ്പം ആഗ്രഹിച്ച പോലത്തെ ഫണ്ണായിട്ടുള്ള സാധനങ്ങളോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വരും. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഇന്നത് ചെയ്യാൻ ഇഷ്ടമില്ല എന്നല്ലേ, എനിക്ക് എല്ലാ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ജനുവരി 5-ാം തീയതിയാണ് ചിത്രം റിലീസാകുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് റിലീസാണ് 2024. അപ്പോൾ 2024 ഒരു അതിഗംഭീര തുടക്കമാകട്ടെ രാസ്തയിലൂടെ നിങ്ങൾക്ക് 3 പേർക്കും കിട്ടുന്നത്. സോ എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു ഫോർ താങ്ക് യു.